സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ്. നടൻ കൃഷ്ണകുമാർ, അതായത് BJP പ്രതിനിധിയായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ഒരു സ്ഥാപനത്തിൽ, മകളുടെ സ്ഥാപനത്തിൽ QR കോഡിൽ കൂടി പണം തട്ടിയ അവിടെ പണിക്ക് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ കഥ. ആ കഥ വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ അവിടെ പണിക്ക് നിൽക്കുന്ന ആളുകൾ ഒരു 4-5 പേരോളം ഉണ്ട് ഈ ഒരു വീഡിയോ വന്ന സമയത്ത്. ആ 4-5 പേരെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ QR കോഡ് തകരാറിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന QR കോഡിലേക്ക് പേയ്മെന്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ തട്ടി എടുത്തൊരു കഥയാണ് കൃഷ്ണകുമാർ പറയുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ ഈ കാര്യങ്ങൾ പറയുന്നത്, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ അയാളൊരു ലോക തോൽവി തന്നെയാണ്. പക്ഷേ ഒരു അച്ഛൻ എന്ന നിലയിൽ മക്കൾക്ക് കൊടുക്കുന്നൊരു സ്ഥാനം അല്ലെങ്കിൽ മക്കളെ അയാൾ സംരക്ഷിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും 100% അയാൾ അതിനകത്ത് നീതി പുലർത്തുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിന് മുൻപ് ഞാൻ പല വീഡിയോയും കൃഷ്ണകുമാറിനെ കണ്ടിട്ടുണ്ട്. മക്കളെ പറ്റി ഇങ്ങനെ പലരും ഈ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, അതായത് മക്കൾ ഇങ്ങനെ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ, മക്കളെ പറ്റി ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മക്കൾ ഏത് രീതിയിൽ നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അവർക്കറിയാം ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് മോശം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അയാളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അയാളെന്ന് പറയുന്ന അച്ഛൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായതാണ്. അതിനുശേഷം ഈ ഒരു വിഷയം വന്നപ്പോഴും കൃഷ്ണകുമാറിൻ്റെ ആ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കിയതാണ് അല്ലെങ്കിൽ വ്യക്തമായതാണ്. കൃഷ്ണകുമാറിന് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണകുമാർ എന്താണ് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ദിയ എന്ന് പറയുന്ന കുട്ടി എന്താണ് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു കമ്പനിയിൽ ഈ ജോലിക്ക് നിൽക്കുന്ന 5ഓളം വരുന്ന ആളുകൾ ചെയ്തൊരു പരിപാടി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു QR കോഡ് വെച്ചിട്ട് പേയ്മെന്റ് തട്ടി എന്നുള്ളത്. എന്നിട്ട് പ്രശ്നമായ സമയത്ത് ഇവർ പ്ലേറ്റ് അങ്ങ് തിരിച്ചു. അതായത് ഇവർ പറഞ്ഞത് ഞങ്ങൾ പേയ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല, കൃഷ്ണകുമാറും മക്കളും എല്ലാം കൂടി ഞങ്ങളെ കൊണ്ടുപോയി റൂമിൽ കയറ്റി തുണി വലിച്ചു കീറാൻ ശ്രമിച്ചു, പിന്നെ കുറേ വളഞ്ഞു നിന്ന് വീഡിയോ എടുത്തു എന്നൊക്കെയാണ്. പിന്നീട് വാർത്തകളെല്ലാം പല രീതിയിൽ പോയി. കൃഷ്ണകുമാറിന് പങ്കുണ്ട്, കൃഷ്ണകുമാറിന്റെ മകൾ തട്ടിപ്പ് നടത്തി, സാമ്പത്തിക ഇടപാടിൽ തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിമർശനങ്ങൾ വന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CI മോശമായി പെരുമാറുന്നത് കൃഷ്ണകുമാർ പറഞ്ഞു. മ്യൂസിയം സ്റ്റേഷനിലെ CIക്ക് അല്ലെങ്കിൽ ഇത്തിരി കടി കൂടുതലുള്ളവന്മാരാണ്, അതായത് മ്യൂസിയത്തിലുള്ള എല്ലാവന്മാരും അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ മോശമായിട്ടും ചെയ്യും, ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത തലയിടുകയും ചെയ്യും. അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കൃഷ്ണകുമാറിന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി, അല്ല മകളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി. തങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാം, ഈ അവിടെ നിൽക്കുന്ന ജോലിക്കാരുടെ സ്റ്റേറ്റ്മെന്റും ചെക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ജോലിക്കാർക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നിങ്ങളുടെ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ദിയ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു. അതെ, അത് തന്നെയാണ്. നിങ്ങളുടെ 8 ലക്ഷം രൂപ തട്ടിയിട്ടുണ്ട്. 8,82,000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം പരാതി നൽകിയത് നിങ്ങളാണ്? ആദ്യം പരാതി നൽകി നമ്മളാണ്, പക്ഷെ ഇപ്പൊ പ്രൂഫ് വന്നിരിക്കുന്നത് അവർ കൊടുത്തെന്നാണ്. 8 ലക്ഷം രൂപ തട്ടി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ കാരണം എന്താ പറയുന്നത്? നമ്മുടെ നിന്ന് അവർ തട്ടിയെന്നാണോ? അവർ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ലീക്ക് ചെയ്യേണ്ട, കാരണം നമ്മൾ അവരുടെ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ യൂഷ്വലി അവരെ കാണും. അതൊക്കെ നാളെ യൂട്യൂബിൽ ട്രെൻഡിങ് വണ്ണാവും എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇപ്പോൾ ഒരു മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആരും അത് ശരിയാണോ തെറ്റാണെന്ന് ആരും നോക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം, അതായത് നിങ്ങളുടെ സാധാരണഗതിയിൽ അവരുടെ ഫംഗ്ഷനിൽ പങ്കെടുത്ത വിഷ്വലുകൾ പുറത്തു വിടുമെന്ന് ഭയപ്പെടുത്തിയാൽ 8 ലക്ഷം രൂപ കൊടുക്കേണ്ട അത്ര ഒരു സാഹചര്യമുണ്ടോ? അവർ നമുക്ക് എന്തോ ഇൻസെൻറ്റീവ് പോലെ നമുക്ക് ക്യാഷ് തരുമായിരുന്നല്ലോ, അപ്പോൾ അതാണ് ഞങ്ങളെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തരാറുണ്ടായിരുന്നല്ലോ, അതിൻ്റെ നഷ്ടം. അതായത് അവിടെ ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടിയാണ് കേട്ടോ ഇത്. പെൺകുട്ടിയെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഈ കള്ളത്തരം കാണിക്കുന്ന കള്ളി, അവളെ അങ്ങനെ വിളിച്ചാൽ മതി, കള്ളി. അപ്പോൾ അവളുടെ ടീഷർട്ട്, സത്യം പറയുന്നത് അവൾ ആ ദിവസം ഇട്ടിരിക്കുന്ന ടീഷർട്ട് നോക്കിയേ, ഡ്രാമ. അത് തന്നെയാണ് ഇവൾ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ പഠിച്ച കള്ളി. കിട്ടുന്നത് ഇൻസെൻറ്റീവ് തരുന്നില്ല, സാലറി കുറവാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരുടെ അടപ്പങ്ങ് പൂട്ടാം, അല്ലെങ്കിൽ അവരുടെ പൈസ നമുക്ക് എടുത്തിട്ട് ജാതി പറഞ്ഞ് അവഹേളിച്ചു എന്നൊരു കേസ് അങ്ങാക്കാം. എങ്ങനെ ഇരിക്കും? നല്ലതല്ലേ? അതായത് നനഞ്ഞിടം കുഴിക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് കേട്ടോ. അതായത് വേറുള്ളിടത്ത് അല്ലെങ്കിൽ നനവുള്ളിടം കുഴിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവരെന്താ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ വരുന്ന എല്ലാവരുടെയും പൈസ ഇങ്ങ് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചു മാറ്റിയിട്ട് അഹാന അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷ്ണകുമാറൊക്കെ ഞങ്ങളെ അങ്ങ് പീഡിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് സാലറി ഇല്ല, ഇൻസെൻറ്റീവ് ഇല്ല, ഞങ്ങളവിടെ പട്ടിപ്പണിയാണ് ചെയ്യുന്നത്, പിന്നെ ഞങ്ങൾ മുക്വത്തികളല്ല, മുക്വത്തികളുടെ പണി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അയാളൊരു മാന്യനും അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ഇവളെയൊക്കെ തല്ലിക്കൊന്നില്ല, വേറെ ആരെങ്കിലും തല്ലിക്കൊന്നേനെ. കാരണം ഇവളുടെ അഭിനയം കണ്ടില്ലേ, എന്തൊരു അഭിനയം വന്ന് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലൈ ചെയ്യാം. ഈ അഭിനയത്തിനുള്ള മികച്ച അവാർഡ് കൊടുക്കേണ്ട ഒരു സ്ത്രീയുടെ ഈ ഒരു പ്രകടനം ഞാൻ കാണിച്ചു തരാം. ഇവൾ ഈ അഭിനയിക്കുന്നത്, അതായത് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് തരില്ല, ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസും അവരുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ നഗ്നത അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇവർ ഫംഗ്ഷന് പോയ വീഡിയോ. അപ്പോൾ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ
നിങ്ങൾ 8 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴത്തേക്ക് ബബ്ബ അടിച്ച് എന്നിട്ട് പറയുന്ന വേറെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ നമുക്ക് കണ്ടുപോകാം. പരിഹാരമായിട്ട് നിങ്ങൾ ഈ ഓർഡർ പാക്ക് ചെയ്ത പോയിന് അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ആദ്യം സമീപിച്ചത്. 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ചോദിക്കുന്നത് നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു, അതായത് ദൃശ്യങ്ങളും ഫോട്ടോകളും പുറത്തു വിടുമെന്നും നിങ്ങളെ യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിർത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണോ നമ്മൾ ഈ പൈസ കൊടുത്തത്? അതെ, അതുകൊണ്ടാണ്. അതൊരു സാധാരണ ദൃശ്യങ്ങളാണ്, മറ്റ് തരത്തിൽ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സ് പേയ്മെന്റ് അയക്കുന്ന ദൃശ്യങ്ങളാണത്. ദിയയുടെ അനുവാദത്തോടെയും നമ്മളത് ചെയ്തത്. പക്ഷെ കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ അത് ദിയ പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ആ ഭീഷണിയിൽ പേടിച്ചാണ് ഞങ്ങൾ അത് സമ്മതിച്ചത് അവരെടുത്ത്. പിന്നീട് ആ തുക നിങ്ങൾ തിരിച്ചു. ഇവളുടെ പറച്ചിൽ കേട്ടതൊന്നും ഇവളൊക്കെ തുണിയില്ലാതെ നിൽക്കുന്ന സമയത്തുള്ള വീഡിയോസോ ഫോട്ടോസാണ് അവരുടെ കിടക്കുന്നത്. ഇവള് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ QR കോഡിൽ നിന്ന് പേയ്മെന്റ് മേടിക്കുന്ന വീഡിയോയും ഇവരുടെ കല്യാണത്തിനോ അല്ല ഇവരുടെ ഫംഗ്ഷനൊക്കെ പോയ വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ്. അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത്ര പേടി? 8 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഈ പറയുന്ന എച്ചിയുടെ കയ്യിൽ എവിടെ നിന്നാണ് 8 ലക്ഷം രൂപ? ഇവള് തന്നെ പറയുന്നുണ്ട് ഇവളുടെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇൻസെന്റീവ് പോലും കിട്ടുക, അല്ലെങ്കിൽ ഇൻസെന്റീവ് കിട്ടിയ പൈസയിൽ നിന്ന് അതായിരിക്കും തരാനായിട്ടല്ലേ അവർ പറഞ്ഞതെന്നുള്ളത്. അത് ഇൻസെന്റീവ് കൊടുത്തിട്ട് ആ ഇൻസെന്റീവ് തിരിച്ച് ചോദിച്ചതാണെന്നുള്ള പേടിയിൽ ഞാനും കൊടുത്തതാണെന്ന്. ഇൻസെന്റീവ് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാളൊരു വർക്കിന് നിൽക്കുന്നത് അയാളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന സാലറി പ്ലസ് ഇൻസെന്റീവാണ്. ആ ഇൻസെന്റീവ് തിരിച്ചു കൊടുക്കാനായിട്ട് ഇത്രയും ഉദാരമനസ്കയായിട്ടുള്ള ഒരു സ്ത്രീയാണോ ഇവർ? അങ്ങനെയാണെങ്കിൽ ഇവരെ വാനോളം പുകഴ്ത്തണം, പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കണം കേട്ടോ. വലിയ നവോത്ഥാന നായകന്മാരുടെയൊക്കെ കൂട്ടത്തിൽ പേര് ചേർത്ത് വായിക്കേണ്ട സ്ത്രീയാണ് കേട്ടോ. കണ്ടാ പറയില്ല, ദിവ്യാണ്, ഭൂലോക ദിവ്യ. കണ്ണാടി വെച്ചിട്ട് ഇവള് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയ ജീനിയസ് ആണെന്ന് തോന്നുന്നു. ഇവളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഉടായിപ്പ്. ഇവളെ കണ്ടാൽ അറിയാം, ഇവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവള് കാട്ട് കള്ളിയാണെന്ന്. അവിടെ അഭിനയം, അവിടെ ലക്ഷണങ്ങളും കണ്ടില്ലേ? അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് തന്നെ പറയുന്നുണ്ട് ഇവൾ ഉടായിപ്പാണെന്നുള്ളത്, ഡ്രാമയാണെന്നുള്ളത്. ആ ടീഷർട്ടിനെ നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നാലും ഇവളുടെ അഭിനയമൊക്കെ ഒന്ന് നോക്കി, അടിച്ചവിടെ പല്ല് താഴെ ഇടണം, 32 പല്ല് ഒറ്റയടിക്ക് താഴെ ഇടണം, എന്നാലേ നായിൻ്റെ മക്കളൊക്കെ പറയുള്ളൂ എന്താണ് സത്യം എന്നുള്ളത്. ഇതുപോലത്തെ ഉടായിപ്പ് കാണിച്ചിട്ട് ജാതിയും പഴവും പറഞ്ഞുകൊണ്ടിറങ്ങിയിരിക്കുകയാണ്. വേടന്റെ വിഷയം നമുക്കറിയാം. വേടന്റെ വിഷയം വന്ന സമയത്ത് വേടനെ ജാതീയപരമായിട്ട് അവഹേളിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വേടന് കിട്ടിയൊരു പിന്തുണ, അല്ലെങ്കിൽ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ, ജാതിയിൽ നിന്നുള്ളതല്ല അവിടെ മനുഷ്യനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഈ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ, എന്നെപ്പറ്റി ഒരാൾ പറഞ്ഞാൽ അത് പറഞ്ഞ് അവനെതിരെ കേസ് കൊടുക്കുന്നതിനോടൊപ്പം കേസിന് കുറച്ച് ബലം വരണമെന്നുണ്ടെങ്കിൽ ജാതിയിൽ ഞാൻ പിന്നോക്കം നിൽക്കുന്നവനാണ്. മുന്നോക്കം നിൽക്കുന്നവനോ പിന്നോക്കം നിൽക്കുന്നവനോ ഒന്നുമില്ല. ഇപ്പോൾ മനസ്സിലെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഇത്തിരി ജാതിയിൽ കുറഞ്ഞതായിരുന്നെങ്കിൽ എനിക്ക് കേസ് കൊടുത്താൽ കുറച്ച് ബലം ഉണ്ടാകും. അങ്ങനൊരു നിയമം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതായത് ഈ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ, ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ കളിയാക്കാൻ, അവഹേളിക്കാൻ ശ്രമിച്ചാൽ അത് പട്ടികജാതി പട്ടികവർഗത്തിന്റെ ഒരു വകുപ്പിൽ ഒരു കേസിൽ നമുക്ക് വേണേൽ കൊടുക്കാൻ പറ്റും. അത് അങ്ങനെ ചെയ്യുന്ന 8ന്റെ പണിയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഊരാ കൊടുക്കായിട്ട് തന്നെ വരും. കാരണം പട്ടികജാതി അവഹേളനമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ കേസ് കൊടുത്ത് കൃഷ്ണകുമാറിനെ, ദിയെ അല്ലെങ്കിൽ ആ പിള്ളേരെ എല്ലാം അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ച നായിൻ്റെ മക്കളുടെ പരിപാടി അടപടലം മൂഞ്ചി. ഇവളുടെ അഭിനയം ഭയങ്കര അഭിനയമാണ്. ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടേ ഇല്ല, അല്ലെ ഞങ്ങളത് അറിയില്ല, ഇവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി മേടിച്ചതാണ്, ദിയാണ് മേടിച്ചത്, കസ്റ്റമർ അറിയത്തില്ല ദിയ മേടിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള അഭിനയം. എൻ്റെ പൊന്നു മോളെ, എന്തൊരു അഭിനയമാണ് നിൻ്റെ. ഇതൊക്കെ നിന്റെ വീട്ടിൽ കൊണ്ട് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തെടുക്കും. എന്തിനാണ് നാട്ടിൽ കൊണ്ട് നിറക്കാൻ നോക്കുന്നത്? ഈ ഉടായിപ്പിനെയൊക്കെ പിടിച്ച് ജോലിക്ക് നിർത്തിയ നിങ്ങളെ പറഞ്ഞാൽ മതി. കൃഷ്ണകുമാറിനെ, ദിയ കൃഷ്ണയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ ജാതി പറഞ്ഞുകൊണ്ട് അവഹേളിച്ചു എന്ന് കൂടെ എന്നിട്ട് അവരുടെ ഉപ്പും ചോറും നിന്ന് നക്കിയിട്ടുള്ളവന്മാരാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് ഇൻസെന്റീവ് തന്ന പൈസ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, അല്ലെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 8 ലക്ഷം രൂപ കൊടുത്താന്ന്. ഒരു വകുപ്പും ഇല്ല, ഇട്ടിരിക്കുന്ന തുണി പോലും മാറി കൊടുക്കാൻ ഒരു വകുപ്പില്ല, അല്ലെങ്കിൽ ഒരു നിവർത്തിയില്ല. അങ്ങനെയുള്ളവളാണ് 8 ലക്ഷം രൂപ അങ്ങ് വാരി കൊടുത്തത്. ഇൻസെന്റീവ് അപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ടെന്ന് ഓർക്കണം. അത് കിട്ടിയിട്ടും നമുക്ക് മതിയാവുന്നില്ല, എന്നിട്ട് ഇനിയും വേണം. തിന്നാൻ കിട്ടുന്നത് പോരാ, വാരി വാരി തിന്നാലേ അങ്ങോട്ട് വയറ് നിറയുള്ളെന്ന്. എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ. ബാക്കിയൊന്ന് കണ്ടുപോകാം. പിന്നീട് ഞങ്ങൾ ആ തുക തിരിച്ചു ചോദിച്ചില്ല. കാരണം ഞങ്ങൾ അവിടെ പോയതിന് ശേഷം ദിയയുടെ പ്ലാൻ വേറെ ഒന്നായിരുന്നു. നമ്മൾ പിന്നീടാണ് അറിയുന്നത് ദിയ ഇങ്ങനെ ആ ദിവസം നമ്മൾ ഇപ്പോഴും ലീഗലി മൂവ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അന്ന് രാത്രി വീണ്ടും ദിവ്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് 3000 രൂപയോളം ദിയ വീണ്ടും ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ഇടുമെന്ന്. ആ ഒരു ഇതായപ്പോഴാണ് നമ്മൾ നാളെ മോർണിംഗ് തന്നെ കേസ് കൊടുക്കുക, ലീഗലി മൂവ് ചെയ്യാന്നുള്ള ഇതിലോട്ട് എത്തുന്നത്. മറ്റൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ഈ 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല. അല്ല, കാരണം നിങ്ങളെ അപകീർത്തിപ്പെടുത്തും എന്നുള്ള ഒരു ആരോപണത്തിൽ, അല്ല അങ്ങനെ ഒരു പേടിപ്പെടുത്തലിൽ മാത്രം നിങ്ങൾ 8 ലക്ഷം കൊടുത്തു. അതാ പറഞ്ഞ അവരിൽ അതിനനുസരിച്ചുള്ള പ്രൂഫ് ഉണ്ട്. ഇൻസെന്റീവിന്റെ കാര്യം പറഞ്ഞു. ആ ഇൻസെന്റീവും ഇതുമൊക്കെ ആയിട്ട് എന്താ ബന്ധം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷസ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഒരു 20,000 രൂപ എടുത്തു കൊടുക്കും. അതാണ് പറഞ്ഞത്, അവരുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് മൂഞ്ചിപ്പോയി. പ്ലാനൊക്കെ അങ്ങ് മൂഞ്ചി. നല്ല പ്ലാനൊക്കെ ആയിരുന്നു, ആരോ നല്ല അതിവിദഗ്ധമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത പ്ലാനായിരുന്നു. പക്ഷേ ആ പ്ലാൻ അടപടലും അങ്ങ് മൂഞ്ചി. പെൺപിള്ളേരെ വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കാന്നുള്ളൊരു പ്ലാൻ അവിടെ 1. 2 ജാതി അധിക്ഷേപം. 2 3 ഈ ദിയ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ളൊരു കള്ളത്തരം കൂടി. ജാതി അധിക്ഷേപം അല്ലെ ജാതി സംവരണം എന്നുള്ളൊരു സാധനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാര ദുർവിനിയോഗം, അല്ലെങ്കിൽ ഈ പറയുന്ന
ഈ ജാതി പറഞ്ഞുകൊണ്ടുള്ള ഈ പറയുന്ന ഇവളുമാരുടെ ഈ തന്തയില്ലായ്മയൊക്കെ ഒരു പരിധി വരെ അങ്ങ് നിൽക്കും. ഇടയ്ക്ക് ട്രെൻഡിങ് ഒരു ന്യൂസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പുരുഷന്മാരെ പറ്റി സ്ത്രീകളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ പിടിച്ച് അകത്തിടും, അവരെ പ്രതി ഇറക്കപ്പെടും. എന്നിട്ട് സ്ത്രീകൾ കുറ്റമല്ല, അവർ പറഞ്ഞത് ഉടായ്പായിരുന്നു എന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അങ്ങ് ചുമ്മാ അങ്ങ് അഴിച്ചങ്ങ് വിടും, പയ്യന്മാരെ ഇറക്കി വിടുകയും ചെയ്യും സ്റ്റേഷനിൽ നിന്ന്. കേസൊന്നുമില്ല കേട്ടോ, പൊക്കോ. പക്ഷേ നാറ്റിക്കാനുള്ളതെല്ലാം നാറ്റിക്കും. അതെന്തുകൊണ്ടാണ്? സ്ത്രീക്ക് വേണ്ടിയിട്ടൊരു സംവരണമുണ്ട്. ആ സ്ത്രീ സംവരണത്തിൻ്റെ ഒരു അധികാര ദുർവിനിയോഗമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസ് പോയി പയ്യനെ അങ്ങ് അറസ്റ്റ് ചെയ്യും. കാരണം പയ്യന്മാരാണല്ലോ തെറ്റുകാരന്മാർ എന്ന് പറയുന്നത് പോലെ ആ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് ജാതി പറഞ്ഞുകൊണ്ട് അവഹേളിക്കാൻ വരുന്ന ആളുകളെ പിടിച്ച് അങ്ങ് അകത്തിടാം എന്നുള്ളൊരു പ്ലാൻ. പക്ഷെ അത് അടപടലം മൂഞ്ചി എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ജാതി എന്ന് പറയുന്ന സാധനം നല്ലത് തന്നെയാണ്, അതിന് സംവരണം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്, അതിന് വേണ്ടിയിട്ടൊരു ആക്ട് ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ഈ ദുർവിനിയോഗം ചെയ്യപ്പെടുമ്പോൾ അത് ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആരാണോ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ പറ്റണം. ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു നിയമം നിലനിൽക്കുന്നതെന്ന് പറയുമ്പോഴും അത് ദുർവിനിയോഗം ചെയ്യുന്നത് ഇവളുമാരെ പോലെയുള്ള തന്തയ്ക്ക് പിറക്കാത്തവളുമാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവളുമാർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതിങ്ങനെ തന്നെ ആരംഭിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇനി ഇത് നടക്കും. അപ്പോൾ ഇതിന് തക്കതായ മറുപടി കൊടുക്കാനായിട്ട് കൃഷ്ണകുമാറിനും കുടുംബത്തിന് സാധിച്ചു എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് കൃഷ്ണകുമാറിൻ്റെയും അല്ലെങ്കിൽ മകളുടെയൊക്കെ കയ്യിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള തെളിവുകൾ ഉണ്ടെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള അഹാന കൃഷ്ണ, സെലിബ്രിറ്റി, സിനിമയിലേക്കുള്ള ആള്, പുള്ളിക്കാരി ഇവരെ അടുത്തിരുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ പൈസ എടുത്തതിൻ്റെ കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ച സമയത്ത് ഈ കണ്ണാടി വെച്ച ഈ ലോഗോ ഉടായ്പുണ്ടല്ലോ, ഇവള് പറഞ്ഞാണ് ഞങ്ങളുടെ ഫോട്ടോ ഇവർ ലീക്ക് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ട്രെൻഡിങ് ആക്കും എന്നൊക്കെ പറഞ്ഞു. അതിന് മാത്രം ഒന്നുമില്ല, നിൻ്റെയൊക്കെ ഫോട്ടോ കണ്ടാൽ പോലും ആരെല്ലാം തിരിഞ്ഞു നോക്കുക, പട്ടി പോലും വെള്ളം കുടിക്കില്ല, നാറികൾ, അങ്ങനത്തെ പരിപാടികളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ പേടിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ആ പൈസയും കൊടുത്തു എന്നൊക്കെ പറഞ്ഞവളുടെ ഇവളുടെ അതേ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡാണോ അപ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തു. ഇതാണ് അവരുടെ പ്രൂഫ് എന്ന് ഇവള് പറയുന്നത്. ആ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ആ അവളുടെ ഒരു അല്ലെങ്കിൽ അഹാനയുടെ ഒരു വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ അടിപതറിപ്പോയ മൂഞ്ചി കുത്തിയ ടീമിൻ്റെ ഒരു ഇരിപ്പ് കാണണം. പോലീസുകാർക്ക് പോലും സാധിച്ചില്ല ഇവരെ ഇങ്ങനെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇത്രയും നാൾ വരെ ദിവ്യ മാർക്കെടുത്ത് എത്ര വർഷമാണ്? നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് വിവാദത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. പണം അപഹരിച്ചുവെന്ന് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും ഒരു ഉദ്ദേശം 2 ലക്ഷം നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾക്ക് കണക്ക് വെക്കണ്ടേ? പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങൾ 3 പേര് മോഷ്ടിച്ചാൽ പോലും 1 ലക്ഷം പോലും എടുത്തു കാണിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോ 7 ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും കിട്ടി, 5 ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ ഞെട്ടുന്നു. വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടി എന്നല്ല ചോദിക്കുന്നത്, മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ഇത്രയും നാൾ വരെ ദിവ്യ മാർക്കെടുത്ത് എത്ര വർഷമാണ്? എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ല. ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് ഇവര് പറയുന്ന സ്കാനർ വർക്ക് ആവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്യാഷ് ആവുന്ന. കണ്ടില്ലേ, ഉടായ്പിൻ്റെ അങ്ങേയറ്റമാണ് ഇവളൊക്കെ കേട്ടോ. ഉടായ്പ് അടിച്ചടിച്ചടിച്ച് സ്വന്തം തന്തേമാരെ മാറ്റി പറയുന്ന ടീംസാണ് ഇവളുമാർ. പറഞ്ഞത് ഇവളുടെ ഒരു പ്രസ്താവന ആദ്യം നമ്മൾ കണ്ടില്ലേ, ഞങ്ങൾ ക്യാഷ് എടുത്തിട്ടില്ല, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തതെന്ന്. അഹാനയുടെ ചോദ്യത്തിന് മുമ്പ് അടി പതറിപ്പോയി. അവസാനം മൂഞ്ചി കുത്തിക്കൊണ്ടിരുന്ന് പറയാണ് ഒരു 40,000 ഒക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ എന്നുള്ള രീതിയിൽ. 40,000 ആണോ അല്ല എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല കേട്ടോ. ഇവർ പറയുന്ന കണക്കനുസരിച്ച് 5 ലക്ഷം അല്ല 6 ലക്ഷത്തിന് മുകളിൽ ഇവർ തട്ടിയിട്ടുണ്ട്, അതിന് മുകളിലാണ് പൈസ തട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരിടത്ത് ഇവർ വന്നിട്ട് പറയുകയാണ് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തത് ഇത്രയും എടുത്തിട്ടുള്ളൂ എന്നുള്ളത്. തന്തയില്ലായ്മ കാണിച്ചതും പോരാഞ്ഞിട്ട് അതിൽ ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞുകൊണ്ട് അതിനെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കൂടെ നമ്മളിവിടെ കാണുന്നത്. സ്ത്രീകളെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയും അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ സംവരണവും കൊടുക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് നിയമ സംവിധാന വ്യവസ്ഥയുള്ളൊരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ഇതൊക്കെ ഒന്ന് കാണണം. ഇതൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ ഇനി ഒരു കേസുമായിട്ട് ഒരാൾ വന്നാൽ അതെന്ത് കേസാണ്, അതിൽ എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് ഒന്ന് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ. ഒരു ചിലപ്പോൾ ടോയ്ലറ്റ് പേപ്പറിൻ്റെ പോലും വാല്യൂ ഇല്ലാത്ത കേസായിരിക്കും. അതിന് വാല്യൂ വരുന്നത് എങ്ങനെയാണ്? അതൊരു സ്ത്രീയാണ് കൊണ്ടുവരുന്നത്. രണ്ടാമത് ആ സ്ത്രീ ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടതാണെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിന് ഒരു ഗോൾഡിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു അല്ല ഗോൾഡിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്ന പോലെ
ആ തന്തയില്ലായ്മ ആര് കാണിച്ചാലും അത് മാറ്റപ്പെടണം, അല്ലെങ്കിൽ അത് മാറണം. അത് മാറിയിട്ട് തന്തയില്ലായ്മ കാണിക്കുന്നതിനുള്ള തക്കതായ മറുപടി കൊടുക്കാൻ നാറ്റിച്ചു കൊണ്ട്. ഇപ്പൊ കൃഷ്ണകുമാറിനെ കുടുംബത്തിനെ കയറി ചൊറിയാൻ പോയതാ, നാറ്റക്കേസായിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ പോയിട്ട് കുടുംബത്തിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും. ഇവളൊക്കെ പഠിച്ച കളി നോക്കി വെച്ചോ. ഇവളുമാർ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ഏതേലും ഒരുത്തന്മാരുടെ തലയിൽ എന്തായാലും ആവാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നു മക്കളെ ആരും കെട്ടരുത്. കെട്ടിക്കഴിഞ്ഞാൽ ആട്ടപ്പടലം മൂഞ്ചും. വേറെ കാര്യമുണ്ട്, പൈസ ഇവളുമാർ എവിടെയും പോയി ഉണ്ടായിക്കൊണ്ടുവരും. അതെങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരും? പറ്റി ജീവിക്കാൻ പിടിക്കണം. QR കോഡൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാം, കാശ് എങ്ങനെയൊക്കെ പറ്റിച്ചുകൊണ്ട് വരും. പക്ഷേ ജീവിതം കോഞ്ഞാട്ടേ പോകും. ഇവളുമാരെ ഒരൊറ്റ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണിപ്പോൾ. എന്തൊരു കഷ്ടമാണല്ലോ. അവളുടെ ആ നിപ്പും അവളുടെ ആറ്റിറ്റ്യൂഡും അവളുടെ കണ്ണാടി വെച്ചുള്ള സംസാരമൊക്കെ കണ്ടുപോയി. ഞങ്ങളങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾ എടുക്കത്തില്ല, ഞങ്ങൾ എടുക്കാനുള്ളൊരു ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇത് ദിയ കൃഷ്ണയും കൃഷ്ണകുമാറിൻ്റെ കുടുംബമൊക്കെ ചെയ്താണ്. അവരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ അങ്ങ് മലർത്തി കളയെന്ന് പറഞ്ഞു. ഞങ്ങൾ മുക്കുവത്തികളല്ല, അല്ലെങ്കിൽ ജാതിക്കാടുണ്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞ് പൊക്കി കാണിച്ചിട്ടൊക്കെ നടക്കുകയാണ്. തന്തയില്ല എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. എന്നിട്ട് ഇവർക്ക് മനസ്സിലായില്ലേ, തന്തയ്ക്ക് ഉറക്കാഴ് കാണിക്കാൻ പറയുകയും ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനെ അങ്ങ് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ മറ്റേതാണെന്നുള്ള രീതിയിൽ. എന്തൊരു കഷ്ടമാണല്ലേ. ഇവളുമാർക്കൊക്കെ തക്കതായ മറുപടി കൊടുത്ത് ശിക്ഷ കൊടുത്ത് അകത്തിടാൻ നോക്കണം. കള്ളികളാണ്, പഠിച്ച കള്ളികൾ. ഇവളുമാരൊക്കെ PhD എടുത്തിട്ടുണ്ട് ഈ കള്ളത്തരങ്ങളിൽ. കള്ളന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പൂട്ട് കുത്തിപ്പൊളിച്ച് തുറന്ന് അടിച്ചുമാരൊക്കെ ശ്രമിക്കുള്ളൂ. പക്ഷേ ഇവളുമാരോ CCTV എല്ലാ സർവൈലൻസും ഉള്ളെടുത്ത് അവളുമാർ ലൈവായിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റും. പക്ഷേ ഇതിനകത്തൊരു വീഴ്ച വന്നത് കൃഷ്ണകുമാരൻ കുടുംബത്തിനും ഇവരെ അങ്ങ് അഗാധമായി വിശ്വസിച്ചു പോയി, അല്ലെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് അന്ധമായി വിശ്വസിച്ച് കൂടെ നിന്ന് ഉപ്പും ചോറും തിന്നിട്ട് മാറി നിന്നിട്ട് തുപ്പുന്നവളുമാരായിപ്പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നതും, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും പണം ഇവർ തട്ടിയെടുത്തതും. എന്തായാലും ഇവളുമാരൊക്കെ കുടുംബം കുട്ടിച്ചോറാവും, അത് വേറൊരു കാര്യം. ഇവളുമാരെല്ലാം ആട്ടപ്പടലം മൂഞ്ചി കുത്തി വീട്ടിരിക്കും എന്നുള്ളൊരു അവസ്ഥ. ഇവളുമാരെയൊക്കെ പിടിച്ച് അകത്തിട്ട് നല്ല പൊട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്ക് ഇതുപോലത്തെ ഉടായ്പ് കാണിച്ചിട്ടാണ് ഇറങ്ങി വന്നതെന്നുള്ള അറിയാൻ പറ്റും. ഇനിയെങ്കിലും ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ സ്ത്രീകളാണെന്നോ ഉള്ളൊരു പരിഗണന കൊടുക്കരുത്. അതൊക്കെ കൊടുക്കുന്നതിൻ്റെ കഴപ്പാണ് ഇവളുമാർക്കൊക്കെ. അതാണ് ഇവളുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണല്ലേ.